നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതൊരു ഹൈലി റിക്വസ്റ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പ്രോഡക്റ്റുകൾ എൻ്റെ ഹസ്ബൻഡിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ അത് ആണുങ്ങൾക്ക് മാത്രമല്ല പെണ്ണുങ്ങൾക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന പ്രോഡക്റ്റ് ആണ്. പിന്നെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, എനിക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു 15 ദിവസത്തിലധികം ഞാനിത് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ആണ്, ഹോണസ്റ്റ് ആയിട്ടുള്ള, എന്റെ സൈഡിൽ നിന്ന് ഹോണസ്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. എന്റെ ഒരു അനുഭവമാണ് കേട്ടോ. അപ്പോൾ വൈകിക്കേണ്ട, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയിട്ട് എനിക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. നമ്മൾ എന്തൊരു പ്രൊഡക്റ്റ് വാങ്ങുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു 5 റിവ്യൂ വീഡിയോകളെങ്കിലും കണ്ടിരിക്കണം കേട്ടോ. അതിന്റെ ഡിസ്ക്രിപ്ഷൻസും കാര്യങ്ങളൊക്കെ നല്ലോണം വായിച്ചിട്ട് നമുക്ക് സ്യൂട്ടബിൾ ആണെന്ന് തോന്നിയാൽ മാത്രമേ വാങ്ങാവൂ. അല്ലാതെ വാങ്ങിയിട്ട് നമ്മൾ അതിന്റെ എന്താ പറയാ, ഇത് നമുക്ക് ശരിയാകുന്നില്ലെങ്കിൽ അതിനർത്ഥം ആ പ്രൊഡക്റ്റ് ബാഡ് ആണെന്നല്ല. കാരണം ഒരു പ്രൊഡക്റ്റ് തന്നെ അതെല്ലാവർക്കും സ്യൂട്ട് ആവണം എന്നില്ല. അപ്പൊ അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ഒരു 5 റിവ്യൂസ് എങ്കിലും കണ്ടതിന് ശേഷം മാത്രം വാങ്ങാം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാനിന്ന് കാണിക്കുന്നത് മാമാഅർത്തിന്റെ ഓണിയൻ ഷാംപൂവും അതുപോലെ തന്നെ ഓണിയൻ കണ്ടീഷണറും ആണ്. അപ്പൊ നമ്മളൊരു ഷാംപൂവും കണ്ടീഷണറും ഒക്കെ വാങ്ങുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ യഥാർത്ഥ പ്രോബ്ലം അറിഞ്ഞതിന് ശേഷം മാത്രമേ വാങ്ങാവൂ. ഇപ്പൊ നമുക്ക് ഡാൻഡ്രഫ് ആണ് പ്രോബ്ലം എങ്കിൽ അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഷാംപൂ വാങ്ങുക. ഇനി ഹെയർ ഫോൾ ആണ് നിങ്ങളുടെ പ്രോബ്ലം എങ്കിൽ അതിന്റെ അങ്ങനത്തെ ഷാംപൂ യൂസ് ചെയ്യാം. പിന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയാ, ഹെയർ ഒന്ന് സ്മൂത്ത് ആയിട്ടിരിക്കണം, ഷൈനി ആയിട്ട് ഇരിക്കണം എന്നാണ് നിങ്ങളുടെ ആവശ്യമെങ്കിൽ അതിനനുസരിച്ച് വാങ്ങാം. എപ്പോഴും നമ്മുടെ മുടിയുടെ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് മാത്രമേ ഹെയർ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കാവൂ. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ, ഒരു കറക്റ്റ് റിസൾട്ട് കിട്ടില്ല. അപ്പൊ ചിലപ്പോൾ നമ്മൾ മുടി വളരാൻ വേണ്ടിയിട്ട് നല്ല എണ്ണയൊക്കെ കാച്ചി ഉപയോഗിക്കുന്നവരായിരിക്കും. പക്ഷെ നമ്മൾ കറക്റ്റ് ഷാംപൂ അല്ല ഉപയോഗിക്കുന്നെങ്കിൽ നമുക്ക് മുടി കൊഴിച്ചിലുണ്ടാവും. അപ്പോൾ ഈ മുടി കൊഴിച്ചിൽ ഉള്ളവർക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഷാംപൂ ആണ് ഈ ഓണിയൻ ഷാംപൂ, അതുപോലെ തന്നെ ഓണിയൻ കണ്ടീഷണർ. അപ്പൊ ഇത് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് ഹെയർ ഫോൾ തടയാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ റൂട്ട് ഒന്ന് സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ടാണ്. ഫ്രിസി ഹെയർ ഒക്കെ ഉള്ളവരാണെങ്കിൽ അവർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ ഷാംപൂ ആണിത്. അപ്പൊ ഞാനിത് ഒന്നുകൂടെ തറപ്പിച്ച് പറയാം, ഇത് മെയിൻ ആയിട്ട് ഹെയർ ഫോൾ ഉള്ളവർ ഉപയോഗിക്കേണ്ട ഷാംപൂ ആണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇതിന്റെ പാക്കേജ് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ്, ഒരു പമ്പിങ് ബോട്ടിലാണിത്. ഇങ്ങനെയാണ്, രണ്ടും ഒരേ മോഡലിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഓണിയനും അതുപോലെ തന്നെ പ്ലാൻ കെരാറ്റിൻ ആണ്. ഓണിയൻ നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ്, കാരണം അതിൽ ധാരാളം സൾഫർ ഉണ്ട്. അതുപോലെ പ്ലാൻ കെരാറ്റിൻ ആണെങ്കിലും നമ്മുടെ മുടിയെ സ്ട്രോങ് ആക്കുന്നതാണ്. അതുപോലെ തന്നെ എന്താ പറയാ, നല്ല ഷൈനി ആയിട്ട് ഇരിക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ സ്മൂത്ത് ആയിട്ടിരിക്കാൻ സഹായിക്കും. ഹെയർ ഫോൾ തടയാൻ സഹായിക്കും. പിന്നെ നിങ്ങളുടെ മുടി ഫ്രിസി ആയിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അതൊക്കെ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഈ ഒരു ഷാംപൂവും കണ്ടീഷണറും. അപ്പൊ എങ്ങനെയാണ് ഈ ഷാംപൂവും കണ്ടീഷണറും ഒക്കെ കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. അത് ഞാൻ നമ്മുടെ വീഡിയോയിൽ കാണിക്കാം. പിന്നെ ഞാൻ മുന്നേ അത് ചെയ്തിട്ടുണ്ട്, എങ്ങനെ നമ്മൾ കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കണമെന്ന്. ഒരിക്കലും നമ്മൾ ഷാംപൂ എടുത്തിട്ട് ഡയറക്റ്റ് സ്കാൾപ്പിൽ ഉപയോഗിക്കാൻ പാടില്ല. കുറച്ചൊന്ന് അതിനെ ഡയല്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. അതുപോലെ കണ്ടീഷണർ ആണെങ്കിൽ കണ്ടീഷണർ ഒരിക്കലും സ്കാൾപ്പിൽ തേക്കാനുള്ളതല്ല, കണ്ടീഷണർ മുടിയിൽ തേക്കാനുള്ളതാണ്. അപ്പൊ നിങ്ങൾ മുടിയിൽ ഓയിൽ ഇടുന്ന ദിവസമാണെങ്കിൽ കണ്ടീഷണർ കൂടെ അപ്ലൈ ചെയ്യാം. പിന്നെ ഷാംപൂ യൂസ് ചെയ്യുമ്പോൾ ചിലർക്കെങ്കിലും നല്ലോണം ഡ്രൈ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ആ ഒരു ഡ്രൈനെസ് മാറ്റാൻ സഹായിക്കുന്നതാണ് കണ്ടീഷണർ. ഷാംപൂ എത്ര മൈൽഡാണെങ്കിലും ഞാനത് ഡയല്യൂട്ട് ചെയ്തിട്ട് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ, അതാണ് ഏറ്റവും സേഫ്. അപ്പം നമ്മൾ ഷാംപൂ ഇട്ട് കഴുകിയതിന് ശേഷം ഇതുപോലെ വെള്ളം, ഒരു 80% വെള്ളമെങ്കിലും നമ്മൾ പിഴിഞ്ഞ് കളയണം. എന്നിട്ടാണ് നമ്മൾ എന്താ പറയുക, കണ്ടീഷണർ അപ്ലൈ ചെയ്യുക. അതും മുടിയിഴകളിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ, ഒരിക്കലും സ്കാൾപ്പിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല. ബിക്കോസ് കണ്ടീഷണർ എന്ന് പറയുന്നത് സ്കാൾപ്പിന് വേണ്ടിയിട്ടുള്ളതല്ല, അത് മുടിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ഞാൻ ഷാംപൂ ഇട്ട നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ, നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ദിവസം. അപ്പോൾ അപ്പോഴുള്ള മുടിയാണ്. സാധാരണ ഞാൻ ഷാംപൂ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ ആകുമ്പോഴത്തേനും നല്ല ഡ്രൈ ആയിട്ട് മുടിയൊക്കെ പറന്ന് എന്താ പറയുക, പൊട്ടുന്ന പോലെ ഇരിക്കും. പക്ഷേ ഇത് കണ്ടോ, നല്ല സ്മൂത്ത് ആൻഡ് ഷൈനിങ് ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ചീർപ്പ് കൊണ്ട് ചീകിയിട്ടേ ഉള്ളൂ മുടി. പിന്നെ ഇത് ഉപയോഗിച്ചിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. എനിക്ക് ഹെയർ ഫോൾ കുറഞ്ഞിട്ടുണ്ട്, പക്ഷെ എന്നെക്കാളും ഫാസ്റ്റ് ആയിട്ട് എൻ്റെ ഹസ്ബൻഡിന് ഹെയർ ഫോൾ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ രണ്ടുപേരുടെയും ഈ ഒരു ഹെയർ ടൈപ്പും കാര്യങ്ങളും ഒക്കെ വ്യത്യാസപ്പെട്ടിരിക്കും, അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഡിഫറൻസ്. പിന്നെ ഈ ഹെയർ ഫോൾ പ്രിവെന്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുളിച്ച് കഴിയുമ്പോഴത്തേനും ഒരു മുടി തരിയോ പോലും ഇല്ലാണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഹെയർ ഫോൾ നിൽക്കാന്നല്ല,
ഒരു പരിധി വരെ നമുക്കൊരു നല്ലോണം ഫീൽ ചെയ്യില്ല, എന്റെ ഹെയർ ഫോൾ ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട്, ആ ഒരു നമുക്ക് തോന്നുന്ന ഒരു ഫീലിംഗ് ഇല്ലേ, ആ ഒരു ലിമിറ്റ് വരെ നന്നായിട്ട് ഹെയർ ഫോൾ കുറഞ്ഞിട്ടുണ്ട്. എന്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ ഉപയോഗിച്ചപ്പോൾ എനിക്കത് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് തേച്ചിട്ട് മുടി അങ്ങനെ ഒരുപാട് ഡ്രൈ ആവുന്നില്ല, മുടി പൊട്ടിപ്പോകുന്നില്ല, നല്ല സ്മൂത്ത് ആയിട്ട് നിൽക്കുന്നുണ്ട്, നല്ല ഷൈനിങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയാ, ഇങ്ങനത്തെ മൈൽഡ് ഷാംപൂ അല്ലെങ്കിൽ നാച്ചുറൽ ഷാംപൂ ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ഷാംപൂ ആണിത്. അപ്പൊ ഹെയർ ഫോൾ ഉള്ളവർക്ക് എന്തായാലും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഷാംപൂ തന്നെയാണ് ഈ മാമാഎർത്തിന്റെ ഓണിയൻ ഷാംപൂവും അതുപോലെ തന്നെ ഓണിയൻ കണ്ടീഷണറും. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിട്ട് ഓണിയൻ ഓയിൽ തന്നെ ഉപയോഗിക്കാം. ഓണിയൻ ഓയിൽ വാങ്ങണമെന്നില്ല, നമുക്ക് വീട്ടിലുണ്ടാക്കാം. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, വെർജിൻ കോക്കനട്ട് ഓയിലും ഓണിയൻ ജ്യൂസും കമ്പയർ ചെയ്തിട്ട് ഉപയോഗിച്ചാലും മതി. അപ്പൊ നമുക്ക് അടിപൊളി റിസൾട്ട് കിട്ടും, നമ്മുടെ ഹെയർ ഫോളും കുറയും. അത് മാത്രമല്ല നമ്മുടെ റൂട്ട്സ് നല്ലോണം സ്ട്രോങ് ആയിട്ട് ഒരുപാട് മുടി വളരുകയും ചെയ്യും. പിന്നെ ഈ ഒരു ഷാംപൂവും കണ്ടീഷണറും എന്ന് വെച്ച് കഴിഞ്ഞാൽ കെമിക്കൽസ് ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്, പാരബൻ ഫ്രീ ആയിട്ടുള്ള, സിലിക്കോൺ ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. പിന്നെ ഇത് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണെന്ന് ഇവർ എഴുതിയിട്ടുണ്ട്. പിന്നെ എല്ലാ ഹെയർ ടൈപ്പും അവർക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നമുക്കറിയാലോ മാമാഎർത്തിന്റെ പ്രൊഡക്റ്റുകളൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്, കെമിക്കൽസ് ഫ്രീ ആയിട്ടുള്ളതാണ്. അപ്പൊ ഇതൊരു നാച്ചുറൽ ഷാംപൂവും അതുപോലെ തന്നെ കണ്ടീഷണറും ആണ്, അതുപോലെ പാറ്റ സർട്ടിഫൈഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. പിന്നെ എന്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട് മാമാഎർത്തിന്റെ പ്രൊഡക്റ്റുകളൊക്കെ എവിടെയാ കിട്ടുക എന്നുള്ളത്. മാമാഎർത്തിന്റെ പ്രൊഡക്റ്റുകൾ അവരുടെ വെബ്സൈറ്റിലുണ്ട്, പിന്നെ അതുപോലെ തന്നെ ആമസോൺ, നൈക്ക, പേർപ്പിൾ ഒക്കെ പേർപ്പിളിലൊക്കെ അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഒരു ഓഫർ ഉണ്ട് കേട്ടോ. നമ്മൾ സ്ക്രീനിൽ വരുന്ന ഈ ഒരു പർട്ടിക്കുലർ കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് 20% ഡിസ്കൗണ്ടിൽ കിട്ടും. പൊതുവെ ഈ ഒരു പാരബൻ ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾക്കൊക്കെ നല്ല റേറ്റ് ആയിരിക്കും. ഈ ഒരു പർട്ടിക്കുലർ കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ടിൽ വാങ്ങാവുന്നതാണ്. അപ്പൊ ഇത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, താല്പര്യം ഉണ്ടെങ്കിൽ ഇതിന്റെ ലിങ്ക്സ് ഒക്കെ എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പൊ നിങ്ങളത് ചെക്ക് ചെയ്താൽ മതി. അപ്പൊ മുടി കൊഴിച്ചിലാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട പ്രോബ്ലം. പിന്നെ അതുപോലെ നിങ്ങളുടെ എന്താ പറയാ, ഹെയറിന്റെ റൂട്ട്സ് ഒക്കെ ഒന്ന് സ്ട്രോങ് ആക്കണം, പിന്നെ ഫ്രിസി ആയിട്ടുള്ള ഹെയർ ഒക്കെ മാറ്റണം, നല്ല സ്മൂത്ത് ആൻഡ് ഷൈനി ആയിരിക്കണം. ഇതൊക്കെയാണ് നിങ്ങളുടെ റിക്വയർമെന്റ്സ് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ട്രൈ ചെയ്യാൻ പറ്റിയ ഷാംപൂവും കണ്ടീഷണറും ആണിത്. അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലം ഉള്ളവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇനിയും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഹെൽപ്പ് ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ.